അടുത്തത് ധനുക്കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല്. ഇതാണ് ഇവരുടെ ഈ നക്ഷത്രക്കാരാണ് ധനുക്കൂറിൽ വരുന്നത്. ഇവർക്ക് വാക്കുകൊണ്ട് ഉണ്ടാവേണ്ട ഗുണവും ദോഷവും ഉണ്ടാക്കേണ്ട കാലമാണ്. അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ ആ വാക്കുകൊണ്ട് തന്നെ നല്ല ഫലങ്ങളും, അത് വേണ്ടതുപോലെയല്ല എന്നുണ്ടെങ്കിൽ ആ വാക്ക് കൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങളും അവരുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ജോലിയിലും അവരുടെ കർമ്മമേഖലയിലൊട്ടാകുകയും ഒക്കെ ബിസിനസ്സിലും ഒക്കെ കാണാവുന്നതാണ്. അങ്ങനെയുള്ള അതുപോലെ തന്നെ ധനകാര്യം സംബന്ധിച്ചുള്ള ഫിനാൻഷ്യൽ കമ്പനികൾ, അങ്ങനെ അവിടെ ജോലി ചെയ്യുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുള്ള കാലമാണ്. അവിടെയൊക്കെ വാക്ക് കൊണ്ടുണ്ടാകേണ്ട ചില സംഘർഷങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് അവർക്ക് മറ്റ് വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. മുഖം അഥവാ താടിയെല്ല്, പല്ല് മുതലായിട്ടുള്ള ചില രോഗങ്ങൾ ഒക്കെ, ചെറിയ രീതിയിലുള്ള രോഗങ്ങളൊക്കെ വന്ന് കൂടാവുന്നതാണ്. കുടുംബത്തിൽ ഐക്യം ഉണ്ട്. തൻ്റെ അഭിപ്രായം മറ്റു കുടുംബാംഗങ്ങളൊക്കെ വേണ്ട പോലെ സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവർക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്ക് വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പുരുഷ സൂക്തം കൊണ്ടുള്ള അർച്ചന നടത്തുന്നത് നല്ലതാണ്. മഞ്ഞപ്പട്ട് ദാനം അവിടെ സമർപ്പിക്കുക, വിഷ്ണു ക്ഷേത്ര ദർശനം, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കിട്ടും. വിഷ്ണുവിനെ ഭജിക്കുക, അഷ്ടാക്ഷര മന്ത്രം ജപിക്കുക, ഇതൊക്കെയും അത് നിത്യേന സ്വയമേവ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് ദിവസേന ഒരു വികാര നിയന്ത്രണങ്ങൾക്ക് വേണ്ടിയിട്ട് നിത്യേന ധ്യാനം ശീലിക്കുന്നതും വളരെ നല്ല ഫലം ഉണ്ടാക്കുന്നതാണ്.